വെൽക്കം ടു സിനി പീഡിക. നമ്മളിപ്പം വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, ഏതാണ്ട് ഒരു 20 ദിവസത്തോളമായി. പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ തിരക്കുകൾ എല്ലാം പെട്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ കണ്ട് തീർക്കാനോ ഉള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് OTT ഇറങ്ങിയ സിനിമകളാകട്ടെ, തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളാകട്ടെ. തിയേറ്ററിൽ നിന്ന് ഞാൻ 2 സിനിമകൾ കണ്ടു, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ആ സിനിമയെ പറ്റി ഒന്ന് അഭിപ്രായങ്ങൾ പറയാൻ ഉള്ളൊരു അവസരമോ ഒരു ടൈമോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്, ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേ ആണ്, തമിഴ് നടൻ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ, 50th ബർത്ത്ഡേ ആണ്. അപ്പം അത് പ്രമാണിച്ച് പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്നലെ റിലീസായി, രാത്രി തന്നെ റിലീസായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട് സിനിമയുടെ. RJ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടീസർ നമുക്ക് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അധികം വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഒരുപാട് സിനിമകളുടെ ടീസറും ട്രെയിലറുകളൊക്കെ എനിക്ക് മിസ്സായി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്കത് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. എന്തായാലും കറുപ്പ് സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. സായി അഭേകറാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നീ കൂടെ ആ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള കുറേ സിംഗിൾസ് ഒക്കെ ചെയ്ത് ഭയങ്കര തരംഗമായി മാറിയ സായി അഭേകർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ടൈം നമുക്ക് കാണാൻ പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു തുടക്കമാണ്. പുള്ളി 8-10 സിനിമകൾ ഇപ്പോൾ തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഒരു പുതിയൊരു സിനിമ വരുന്നുണ്ട്, ബൾട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു കാലിബർ നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ്. എന്തായാലും നമുക്കിത് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഇതിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. എന്തായാലും നമുക്ക് തമിഴ് കാണാം, അതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഇത്. ലെറ്റ്സ് റിയാക്ട്. கற்பூரம் காட்டி கண்ணில் ஒத்திக்கிற சாந்தமான சாமி இல்ல, மனசார வேண்டிட்டு மழை அரைச்சா உடனே நியாயம் கொடுக்கிற முரட்டுத்தனமான சாமி. முரட்டு சாமி. ഇത് എവിടെ കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ വക്കീല സരവണൻ. രണ്ട് ലുക്ക രാജു ഭായി ആയിരുന്നു. GK വിഷ്ണു. അൻപറിയോ സിംഗം. சூப்பரா இருக்குடா. ஓ baby, daddy's home. Daddy's home. கருப்பு RJB. ഒരു കാര്യം, ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. സായി അഭേകർ പൊളിച്ചിട്ടുണ്ട്. ഒരു 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 കിക്കുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. എനിക്കിത് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 2-3 ഷോട്ട് പക്ക എതിർക്കും തുനിഞ്ചവൻ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു മോശമായിട്ട് ഞാൻ പറയുന്നതല്ല, ബട്ട് എതിർക്കും തുനിഞ്ചവൻ എന്ന് പറയുന്ന സൂര്യയുടെ തന്നെ റിലീസായിട്ടുണ്ടായിരുന്ന, അത് ആരായിരുന്നു ഡയറക്റ്റ്, പാണ്ഡ്യനായിരുന്നു മറ്റാരെന്ന് തോന്നുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസായ പോലെ ഒരു ഫീൽ എനിക്ക് പലയിടത്തും തോന്നി. പിന്നെ കുറേ റെഫറൻസ് വെച്ച പോലെ തോന്നി. എനിക്കിന്നൊരു പേര് എടുക്കുന്നു പറയുന്നത് ഫേമസ് രജനീകാന്തിൻ്റെ ഡയലോഗാണ് ഭാഷയിലെ. പിന്നീട് തോന്നിയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൊത്തത്തിൽ ഇത് കണ്ടപ്പോൾ ഒരു വിജയ് ഫോർമാറ്റിലുള്ള, പഴയ വിജയ് ഫോർമാറ്റിലുള്ള ഒരു സിനിമ സൂര്യ അഭിനയിക്കുന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. മാസ് ആക്ഷൻ, പാട്ട്, കുറേ കോൺഫ്ലിക്റ്റുകൾ, കാര്യങ്ങൾ, ഇത് ഇമോഷൻസ്, ഇതെല്ലാം കൂടി വർക്കൗട്ടാക്കുന്ന
ഒരു മാസ് മസാല തട്ടുപൊളിപ്പൻ പടം ആ ഒരു ഫോർമാറ്റിൽ വരുന്നതാണ്. ബട്ട് ഞാൻ ഇതല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചത്. ഡാഡീസ് ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കേട്ടത് ദ ബോയ്സ് എന്ന് പറയുന്ന സീരീസിലായിരുന്നു തോന്നുന്നു, അവിടെ കേട്ട പോലെ ഒരു ഓർമ്മ. അത് പറയുന്ന സമയത്ത് കാണിച്ചിരിക്കുന്ന RJ ബാലാജിനെയാണ്. RJ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് ഈ പടത്തിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. അത് ബാക്ക് ഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ RJ ബാലാജി. ഡ്രീം വാരിയേഴ്സാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ മെയിൻ. അശ്വിൻ രവിചന്ദ്രനാണ്. ഓക്കെ, റൈറ്റേഴ്സിൻ്റെ അകത്ത് അശ്വിൻ രവിചന്ദ്രൻ വരുന്നുണ്ട്, നമ്മുടെ സ്പിന്നർ. പിന്നെ രാഹുൽ രാജ്, TS ഗോപികൃഷ്ണൻ, അങ്ങനെ കുറച്ച് 4-5 പേര് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. GK വിഷ്ണുവിൻ്റെയാണ് വിഷ്വൽസ്. അത് പൊളിയായിരിക്കും, അതൊന്നും പറയാനില്ല. കണ്ട ഷൂട്ടുകളൊക്കെ ഗംഭീരമായിരുന്നു. അൻബറിൻ്റെ ആണ്. അതുപോലെ തന്നെ വിക്രം മോർ എന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ആക്ഷൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കലൈവനാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 2-3 ലുക്സിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനത്തിൽ രാജുബായി ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം. സൂര്യക്കൊരു തിയേറ്റർ ഇളക്കി മറിക്കുന്ന, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാർ പുള്ളി ചെയ്ത് കയറി വന്നിടാ ഇത് കിടിലനാണെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഹിറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം കുറച്ച് നാളുകളായി പുള്ളി ട്രാക്കിൽ നിന്ന് മാറി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇറങ്ങിയ റെട്രോ ആണെങ്കിൽ പോലും ലിറ്ററലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. സോ ഇതൊരു നല്ലൊരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ, പുള്ളി വീണ്ടും ആ ട്രാക്കിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഒന്നും കൂടി. നല്ലൊരു സിനിമയായി മാറട്ടെ. എന്തായാലും ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.